BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ റാമിനെ പുറത്താക്കി. രക്ഷിതാക്കളുടെ യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. എന്നാൽ റാമിനെ അധ്യാപന രംഗത്ത് തുടരാൻ അനുവദിക്കരുതെന്ന് നിതിന്റെ സഹോദരി രാഖി ആവശ്യപ്പെട്ടു. അതേസമയം മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ആന്ധ്ര സ്വദേശിയായ റാമിനെ നിതിന്റെ മരണം നടന്ന് 6ാം ദിവസമാണ് കോളേജിൽ നിന്ന് പുറത്താക്കാൻ അധികൃതർ തീരുമാനിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് പ്രഖ്യാപനം. ഹൗസ് സർജന്മാർ അടക്കമുള്ളവർ പ്രിൻസിപ്പലുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ രക്ഷിതാക്കളും കോളേജ് അധികൃതരെ കണ്ടു. ഒരു തരത്തിലും ഡോക്ടർ റാമിനെ കോളേജിൽ തുടരാൻ അനുവദിക്കരുതെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ശക്തമായതോടെയാണ് രക്ഷിതാക്കളുടെ യോഗത്തിൽ പ്രിൻസിപ്പാൾ പുറത്താക്കാനുള്ള തീരുമാനം അറിയിച്ചത്. കോളേജിന്റെ ഗുഡ്വിൽ അടക്കം കണക്കിലെടുത്താണ് വകുപ്പ് മേധാവിക്കെതിരെ ഒടുവിൽ കടുത്ത നടപടി കൈക്കൊണ്ടത്. എന്നാൽ അധ്യാപകനെതിരായ നടപടി കോളേജ് അധികൃതർ അറിയിക്കാത്തതിനെ നിതിന്റെ സഹോദരി വിമർശിച്ചു. അധ്യാപകനെ അറസ്റ്റ് ചെയ്യാത്തതിലും കുടുംബത്തിന് എതിരഭിപ്രായമുണ്ട്. പുറത്താക്കിയിട്ട് അയാൾക്ക് വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചൂടെ? നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് പോയി പഠിപ്പിക്കൂലേ? അയാൾ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ഇനി ഒരിക്കലും ഒരാൾ ഒരിടത്തും പോയി പഠിപ്പിക്കാത്ത രീതിക്കുള്ള അത്തരത്തിലൊരിത് ചെയ്യണം. അല്ലാണ്ട് ഇതൊന്നും ഒരിക്കലും മാറൂല. അതേസമയം സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. റാമിനെതിരായ ആരോപണങ്ങൾക്കൊപ്പം നിതിനെതിരായ ലോൺ ആപ്പ് വായ്പാ പരാതിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അധിക്ഷേപ പരാമർശങ്ങളിൽ വിദ്യാർത്ഥികളുടെ മൊഴി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലോൺ ആപ്പ് വിഷയത്തിലും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. മീഡിയ 1 കണ്ണൂർ.